മലയാളം തനിയെ എഴുതാൻ പഠിക്കാം. എഴുതാൻ പഠിക്കുന്നത് വെച്ചാൽ ചിഹ്നങ്ങൾ ചേർത്ത്, അതായത് വ്യഞ്ജനങ്ങളോട് ചിഹ്നങ്ങൾ ചേർത്താണ് നമ്മൾ വാക്കുകളൊക്കെ എഴുതുന്നത്. അങ്ങനെ ആക്കാൻ വേണ്ടി എങ്ങനെയാണ് സ്വരം വ്യഞ്ജനത്തോട് ചേർക്കുന്നതെന്നൊക്കെ. അപ്പം ആയിക്ക് പ്രത്യേകിച്ച് ചിഹ്നമൊന്നുമില്ല, ഏതക്ഷരവും ഇപ്പോൾ ക, മ, ത, പ എന്നൊക്കെ തന്നെയാണ്. രണ്ടാമത്തെ നോക്കിയാൽ ആ എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ തൊട്ട് താഴത്തെ ചിഹ്നം കണ്ടോ, ദീർഘം. അത് കായുടെ കൂടെ ഈ ആ എന്നുള്ളതിൻ്റെ ചിഹ്നം ചേർക്കുമ്പോൾ കാ എന്ന് വായിക്കാം. രണ്ടാമത്തത് ഈ. മൂന്നാമത്തത് ഈയുടെ ചിഹ്നം കണ്ടോ, ഒരു വള്ളി കണക്ക്, കുടയുടെ വടി കണക്ക് തിരിച്ച് താഴോട്ടിട്ടിരിക്കുന്നത്. അത് ക എന്നതിനോട് ഈ എന്ന സിമ്പൽ ചേർത്തപ്പം കി എന്ന് വായിക്കും. അടുത്ത നോക്ക്, ഈയുടെ ചിഹ്നം കണ്ടോ, ഈ എന്നുള്ളതിൻ്റെ കൂടെ ഒരു ചുനുപ്പും കൂടെ ചേർത്തപ്പോൾ ഈ എന്നുള്ളതിൻ്റെ ചിഹ്നമായി. അപ്പം അത് കായുടെ കൂടെ ഇടുമ്പം കീ. അപ്പം കാ കീ കീ. അപ്പോൾ മായ ചേർക്കുന്നെങ്കിൽ മാ മീ മീ എങ്ങനെ വായിക്കാം. ഇത് ആദ്യത്തെ 4 അക്ഷരങ്ങൾ. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഊന് തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ചിഹ്നം കണ്ടോ, അത് കായുടെ കൂടെ ചേർത്തപ്പം കാ എന്നുള്ളത് എന്ന ശബ്ദവും കൂടെ ചേർത്തപ്പം കു എന്നായി. അടുത്തത് നോക്ക്, രണ്ടാമത് എഴുതിയിരിക്കുന്ന അപ്പം കു എന്ന് എഴുതിയിരിക്കുന്ന അതിൻ്റെ ചിഹ്നം കൂ എന്ന് എഴുതാൻ ഓരോ ചുനുപ്പും കൂടെ ചേർത്ത് ഇടും. അപ്പോൾ ആ ചിഹ്നം കായുടെ കൂടെ ചേർത്തപ്പോൾ കൂ. അടുത്ത് നോക്ക്, ഇറ് എന്ന അക്ഷരത്തിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ചിഹ്നം കണ്ടോ, താഴേക്ക് വരച്ച് അടിവശത്ത് ചുനുപ്പ്. അപ്പോൾ അത് കായുടെ കൂടെ ചേർക്കുമ്പോൾ കായും ഇറും കൂടെ ചേരുമ്പോൾ കൃ എന്ന് വായിക്കാം. അടുത്ത സ്വരചിഹ്നം നോക്ക്, സ്വരാക്ഷരം നോക്ക്, എ. കായുടെ കൂടെ എ എന്ന ചിഹ്നം ചേർക്കുമ്പോൾ കെ. ക, കി, കു, കിറ്, കെ. അപ്പോൾ കെയുടെ ചിഹ്നം കണ്ട ഒറ്റപ്പുള്ളി വലതുവശത്ത്, വലതല്ല ഇടതുവശത്ത്. ആദ്യം ഒറ്റപ്പുള്ളി ഇടുക, എന്നിട്ട് കാ എഴുതുക, അപ്പോൾ കെ. അടുത്ത് നോക്ക്, എ എന്നതിനുള്ള ചിഹ്നം താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അന്നേരം നമ്മൾ കെയുടെ കൂടെ ആ ചിഹ്നം ചേർക്കുമ്പോൾ എന്തെന്ന് വായിക്കാം, കേ. അടുത്ത് നോക്ക്, ഐയുടെ ചിഹ്നം കണ്ട ആദ്യം ഇട്ടതുപോലെ ഇരട്ടപ്പുള്ളി. ആയിക്ക് നമ്മൾ ഒരു ചിഹ്നം കൊടുത്തു, രാ തിരിച്ചിടുന്ന പോലെ. അപ്പോൾ ഐ എഴുതുമ്പം 2 എണ്ണം. ഐയുടെ തൊട്ട് താഴെ കിടക്കുന്ന ചിഹ്നം കണ്ട 2 എണ്ണം ഒരുപോലെ. അത് കായുടെ മുന്നിൽ ചേർക്കുമ്പം കൈ, എ ഐ, കേ കൈ. അടുത്തത് നോക്ക്, ഔ. ഓയുടെ ചിഹ്നം കണ്ടോ, കായുടെ അപ്പുറം അപ്പുറം ഇട്ടിരിക്കുന്നുണ്ട്. ഈ രണ്ടും കൂടി ചേർന്നാലേ ഓ എന്ന ചിഹ്നം വരൂ, കോ. അടുത്ത് നോക്ക്, കോ എന്നെഴുതാൻ ഓയുടെ ചിഹ്നം കണ്ടോ, അത് 2 അപ്പുറം അപ്പുറം ഇടണം, ഇടയ്ക്ക് അക്ഷരം എഴുതണം, കോ. ഔ കണ്ടോ, അടുത്തത് മൂന്നാമത് എഴുതിയിരിക്കുന്ന ഔവിൻ്റെ ചിഹ്നം കണ്ടോ, കാ എഴുതുക, ഔ എന്ന ചിഹ്നം കൊടുക്കുക, ഔ, കോ കൗ. 3ൻ്റെ ചിഹ്നം കണ്ട പകരം മോ ആണെങ്കിൽ മൗ. ആ അക്ഷരം മാത്രം മാറി കൊടുത്താൽ മതി, ആ ചിഹ്നങ്ങൾ അതുപോലെ കൊടുക്കണം. ഇപ്പോൾ ഓ എന്നുള്ളതിന് ചിഹ്നം ഇതാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓയുടെ ചിഹ്നം ഔയുടെ ചിഹ്നം ഓർത്ത് വയ്ക്കുക. അടുത്തത് അമ്മിൻ്റെ ചിഹ്നം ഒരു കുഞ്ഞു പൂജ്യം, ആയുടെ ചിഹ്നം മുകളിലും താഴെയുമായിട്ട് ഓരോ ചിഹ്നം. അപ്പോഴേ ഇത് സ്വരങ്ങൾ മനസ്സിലായി. അടുത്ത് നോക്കിയേ, കായുടെ മറ്റക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന കാ അധികം ക, 2 കാ ചേർത്തെഴുതുമ്പോൾ ഇക്ക എന്ന് വായിക്കും. 3ാമത്തെ വരിയിൽ നോക്കിയേ, കായും തായും കൂടെ എഴുതുമ്പോൾ ത. 4ാമത്തെ വരി നോക്ക്, കായും ന്യായം കൂടെ എഴുതുമ്പോൾ ക്ന. 5ാമത്തെ വരി നോക്ക്, കായും മായും കൂടെ കുമ. കായും രായും കൂടെ എഴുതിയ ക്ര. കായും ലായും കൂടെ എഴുതിയ ക്ല. കണ്ടോ. നോക്കിയ ഉദാഹരണം വലതുവശത്ത് എഴുതിയ കാക്ക, മുക്ത, ക്രിയ, ക്ലാര. ക്രി ക്ലാര. കണ്ടോ. അടുത്ത് നോക്കിയേ, ചവർഗം. ചായയുടെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ചേർന്ന് നോക്ക്. ചായും കൂടെ ചേർന്ന് ഇച്ച. കണ്ട, ഈച്ച പൂച്ച എന്ന് എഴുതുന്ന ച. അടുത്ത് നോക്ക്, ചായും കൂടെ ചേർന്ന് അച്ഛൻ, ഛ. 2 ഛ ചേർന്ന് കണ്ടോ, അച്ഛൻ. അടുത്ത് നോക്ക്, ചായും രായും കൂടെ ചിറ. അടുത്ത ചായും ലായും കൂടെ ചേരുമ്പം ചില. അടുത്ത് നോക്ക്, 2 ടാ ചേർന്നത്. 2 ടാ ചേർന്നപ്പോൾ ട. അത് ടായും രായും കൂടെ ചേരുന്നത്, അല്ലെങ്കിൽ റായുടെ പകുതി ചേരുന്നതാണ് ട്ര. അടുത്തത് ടായും
ട്വ ഉണ്ടോ? ടായും വായുടെ പകുതിയും കൂടെ ട്വ, മറ്റേ ടായും റ അല്ലെങ്കിൽ രായുടെ പകുതി ട്ര. 2 ടാ ചേരുന്നപ്പോൾ രണ്ട് താ ചേരുമ്പോൾ ഇത്ത, തായും രായും അല്ലെങ്കിൽ തായും റായുടെ പകുതിയും കൂടെ ചേരുമ്പോൾ ഇത്ര, തായും വായും കൂടെ ചേരുമ്പോൾ ത്വ, തായും മായും കൂടെ ചേരുമ്പോൾ ത്മ. ആത്മാവ് മഹാത്മാ എന്നൊക്കെ പറയില്ലേ, അതോടത്ത് തായും ന്യായം കൂടെ ചേരുമ്പോൾ നരത്നം, തായും യായും കൂടെ ചേരുമ്പോൾ ത്യ സത്യം എന്ന് പറയുന്നത്, തായും ലായും കൂടെ ചേരുമ്പോൾ ത്ല. കണ്ടോ? അടുത്ത് നോക്കിയേ ദ, ദാനം എന്ന് പറയുന്ന ദയ, അതിൻ്റെ 2 ദാ ചേരുമ്പോൾ എഴുതുന്നുണ്ടോ ദ. അടുത്ത ദായും ധനത്തിൻ്റെ ദായും, ഞാൻ തിരിച്ചിട്ട ദായം കൂടെ ചേർന്നപ്പോൾ രണ്ടാമത്തെ പറ്റി എഴുതിയിരിക്കുന്നുണ്ട് ധ, അധ്യാപകൻ എന്ന് നമ്മൾ എഴുതുന്നത്. അടുത്ത് നോക്ക് ദായും വായും കൂടെ ചേരുമ്പോൾ ദ്വന്ദ്വം എന്ന് കേട്ടിട്ടില്ലേ? അടുത്ത ദായും രായും കൂടെ ദ്ര, ഭദ്ര, മുദ്ര എന്നൊക്കെ കേട്ടിട്ടില്ലേ? അടുത്ത ദ്യ, ദായും യായും കൂടെ ചേരുമ്പോൾ ദ്യ, വിദ്യ. അടുത്ത ദായും മായും കൂടെ ചേരുന്നുണ്ട് ദ്മ, മ. അടുത്ത നോക്ക് നായും തായും കൂടെ ചേരുമ്പോൾ എന്ത, ഇന്ത, ന ത, എന്താ ചന്ത, ചന്തു എന്ന് പറയുന്നത്. അടുത്ത നായും തായും കൂടെ എന്താ, ചന്ദ്രൻ, ചന്ദനം, ആന്ത. മൂന്നാമത്തെ വരി നോക്ക് നായും തായും കൂടെ എന്ത, അന്ധം, സന്ധ്യ എന്നൊക്കെ എഴുതുന്ന ഇന്ധ്യ, നായും തായും. അത് 2 നാ ചേരുമ്പോൾ ന. അടുത്ത് നോക്ക് നായും മായും കൂടെ ചേരുമ്പോൾ ഇന്മ, നന്മ, ഉന്മ എന്നൊക്കെ പറയുന്നത്. അടുത്തത് നായും യായും കൂടെ ചേരുമ്പോൾ ന്യ, നായും യായും. അടുത്തത് നായും റായും കൂടെ അല്ലെങ്കിൽ നായും കൂടെ ൻറ. കണ്ടോ? അടുത്തത് നോക്ക് 2 പാ ചേരുന്നത് പ, പായും തായും കൂടെ ത, പായും നായും കൂടെ ചേരുമ്പോൾ പുന, പായും രായും അല്ലെങ്കിൽ പായും റായും കൂടെ ചേരുമ്പോൾ പ്രകാശം, പായും ലായും കൂടെ ചേരുമ്പോൾ പ്ലാവ്, പ്ലവം എന്നൊക്കെ പറയുന്ന പായും ലായും കൂടെ. അത് പായും വായും കൂടെ ചേരുമ്പോൾ പുവ. അടുത്തത് നോക്കിയ ബായും ദായും കൂടെ ചേരുമ്പോൾ ബദ, ശബ്ദം എന്ന് പറയുന്ന ധ, പ്രാരാബ്ധം എന്ന് പറയുന്ന ബായും ദായും ബ്ര. അടുത്തത് ബായും ലായും കൂടെ ചേരുന്ന ബ്ല, ബായും യായും കൂടെ ചേരുമ്പോൾ ബ്യ. അടുത്തത് നോക്ക് മായും പായും കൂടെ mb, മാ പ, മ് പ, mb. അടുത്തത് അല്ലെങ്കിൽ ബാ ചേർന്നാലും മതി, സന്ദർഭം അനുസരിച്ച് എന്നും പറയും. അടുത്ത നോക്ക് ഉമ്മ, 2 മാ ചേരുമ്പോൾ ഉമ്മ, മായും നായും കൂടെ ചേരുമ്പോൾ ഉമ്മന, മായും യായും കൂടെ ചേരുമ്പോൾ ഉമ്മയ, മായും രായും കൂടെ ചേരുമ്പോൾ മ്ര, മായും ലായും കൂടെ ചേരുമ്പോൾ മ്ല. ഈ തുടക്കത്തിൽ സൗണ്ടാണ്. ഇതിപ്പോൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് പറയുന്നുള്ളൂ. മ, ഉമ്മ, മന, യ, മ്യ. അങ്ങനെ. കായും രായും കൂടെ ചേരുമ്പോൾ ക്ര, ഗായും രായും കൂടെ ഗ്ര, തായും റായും കൂടെ ചേരുമ്പോൾ ത്ര, തായും രായും കൂടെ ചേരുമ്പോൾ ദ്ര, പായും രായും കൂടെ ചേരുമ്പോൾ പ്ര, ബായും രായും കൂടെ ചേരുമ്പോൾ ബ്ര, മായും രായും കൂടെ ചേരുമ്പോൾ മ്ര, കായും ലായും കൂടെ ചേരുമ്പോൾ ക്ല, പായും ലായും കൂടെ ചേരുമ്പോൾ പ്ല, ബായും ലായും കൂടെ ചേരുമ്പോൾ ബ്ല, മായും ലായും കൂടെ ചേരുമ്പോൾ മ്ല. നോക്ക് ക്ര, ഗ്ര, ത്ര, ദ്ര, പ്ര, ബ്ര, മ്ര, ക്ല, പ്ല, ബ്ല, മ്ല. കണ്ടോ?